ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു അറബിക് റൈസായ ബുഹാരി റൈസിലും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗാർലിക് പൗഡർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായി ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊന്നും പ്രത്യേകം പറയാനില്ല, എൻ്റെ കയ്യിൽ ഇഞ്ചിയുടെ പൊടി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടേ ഉള്ളൂ. വെളുത്തുള്ളിയുടെ അളവ് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യുകയാണ് ഇവിടെ. ഇതാ ഞാൻ രണ്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല പോലെ നിരത്തി വെച്ച് കൊടുക്കണം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നമുക്ക് ഒരു ദിവസം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. വെയിലത്ത് വെച്ച് ഒരു 2-3 മണിക്കൂറിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. എനിക്കിവിടെ നല്ലപോലെ റൂമിലേക്ക് വെയിൽ കിട്ടില്ല, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങി കിട്ടിയില്ല. 2 ദിവസം എടുത്ത് ഉണങ്ങി കിട്ടാൻ. ഇഞ്ചി കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇഞ്ചി ഉണങ്ങി കിട്ടി. പക്ഷേ വെളുത്തുള്ളി 2 ദിവസം എടുത്താണ് ഞാൻ ഉണക്കിയെടുത്തത്. ഇതാ കണ്ടല്ലോ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം. ഇതിന് മിക്സിയുടെ ചെറിയ ജാറ് തന്നെയാണ് നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിയുടെ ജാറിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവൂ. ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചിയുടെ പൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അല്പം ഇഞ്ചി എടുത്തത്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ കൂടുതലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണ് ഉപയോഗിക്കാറ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഈ പൊടി ചേർത്താൽ മതി. അതുപോലെ എല്ലാ ഡിഷുകളിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.